എന്തൊക്കെ പറഞ്ഞാലും മാഷും മോളും ഇല്ലാത്തപ്പോ അവരെനിക്കൊരു കൂട്ടാ. ഇത്രയായിട്ടും അവന്മാരെ ഇവിടെ നിന്ന് ഇറക്കി വിടാതിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു പോങ്ങനാണ്. എന്നാ അങ്ങനെയല്ല. ബലം പ്രയോഗിച്ച അവന്മാരെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ അതിൻ്റെ പേരിൽ അവന്മാരെന്തെങ്കിലും പറഞ്ഞു വരുത്തും. കെട്ടിക്കാറായൊരു മോളും കെട്ടിയിടാറായൊരു ഭാര്യയും ഉണ്ടിരിക്കും. അവസാനം സഹികെട്ട് ഞാൻ ആ പണി ചെയ്തു. ഇനി സൂക്ഷിക്കേണ്ടത് നിങ്ങളാ. പരാതിയും പറഞ്ഞ ഒരൊറ്റെണ്ണം ഇതിനകത്ത് വന്നു പോകരുത്. എടാ ഉമ്മോ, നീ ആ തുളസീധരൻ പിള്ള കാണാതെ മീരയെ കണ്ടൊന്ന് സംസാരിക്കും. മീരയോട് ഇവനെ സംസാരിക്കാൻ വാടകയുടെ കാര്യം ഇനിയും വൈകി അങ്ങനെ ഇടന്ന് കാണാമെന്ന് പറയും. വാടക കറക്റ്റ് ആയിട്ട് കൊടുക്കാത്ത ആദ്യത്തെ ബാച്ചിലേഴ്സ് ആണല്ലോ നമ്മള്. അതൊക്കെ ശരിയാ. പക്ഷെ ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്നു ഈ വാടകയ്ക്ക് വേറെ വീട് വന്നിട്ടാണ്. അയാളാണെങ്കിൽ ഒരു കാരണം നോക്കിയിരിക്കാം. അതിന് ഇവൻ മീരയെ കണ്ടിട്ട് എന്താ കാര്യം? ഈ പേപ്പർ തീറ്റ ഒഴിച്ചു കഴിഞ്ഞാൽ കൂട്ടത്തിൽ നല്ലൊരു ഇമേജ് ഉള്ളത് ഇവനാ. മീര വഴി ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം കൂടി ചവിട്ടാലോ. ശരിയാവില്ല. അന്ന് നീ കൊടുക്ക്. എന്റെ ഷെറിയ കേട്ടതാ. അപ്പൊ പിന്നെ വേറെ വഴിയൊന്നുമില്ല. ഞാൻ നോക്കട്ടെ. ഉറപ്പൊന്നും പറയുന്നില്ല, നോക്കാം. ഒരു പണിയെടുക്കാത്ത ഉറപ്പാടുകന്മാര്. ടൊയോട്ടയുടെ റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത 2 മോഡൽസിനെ പറ്റി ഒന്ന് പറയും. സണ്ണി, സണ്ണിയുടെ ക്വാളിഫിക്കേഷൻസ് വളരെ പ്ലീസിംഗ് ആണ്. ബട്ട് ഇത്ര എക്സ്പെൻസീവ് കാറുകൾ വിൽക്കാനുള്ള ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഞാൻ നോക്കിയിട്ട് സണ്ണിയിൽ കാണുന്നില്ല. സോ ഐ ഫീൽ യു റിജക്റ്റഡ് ഫ്രം ദിസ്. ബർബറിയല്ലേ താൻ ഉപയോഗിക്കുന്ന പെർഫ്യൂം? സണ്ണി, will you please get out from my office right now? ചേട്ടാ, ഈ കിടക്കുന്ന സാധനം തലച്ചോപ്പം നടക്കണ്ടല്ലോ. ഇവര് പറയുന്ന സമയത്ത് വിറ്റ് തന്നാ പോരെ. ഞാൻ പറയട്ടെ വിറ്റ് തന്നാ പോരെ. ഇവരെന്ത് ഫിസിക്കൽ അപ്പിയറൻസ്? ഇവിടെ ഫിസിക്കൽ അപ്പിയറൻസ് എന്നെ പിടിക്കില്ല. എന്താണ്? ലുക്ക് മിസ്റ്റർ ഗൗതം, നിങ്ങൾ ഒരു മാസം മുഴുവനും പാടിയ കിട്ടുന്നത് വെറും 3000 രൂപയാണ്. ഇപ്പൊ അഡ്വാൻസായി 5000 രൂപ തരണമെന്ന് പറഞ്ഞാ സോറി, ഐ കാൻ ടേക്ക് എ റിസ്ക്. വലിച്ചെറിഞ്ഞ് കളഞ്ഞൂടായിരുന്നല്ലോ നിനക്ക് ആ പീറപ്പണി. നിന്റെ ഒന്നും വിലയൊക്കെ അറിയാൻ പാടില്ല. ലവ് യുടാ മച്ചാ. അതെ, തന്റെ ഈ 4 ടേബിളിന് 8 ചേർന്ന് വേണ്ടി ഇനി എന്റെ ഗിറ്റാർ ശബ്ദിക്കില്ല. കണ്ടോടാ, അതാണ് ആണത്തം. നിങ്ങളെന്താ എങ്ങനെ ഇരിക്കണത്? ഞാൻ ഇത് സാധനം ഇറക്കിയേ. ഇത് നിങ്ങളുടെ മോന്ത അങ്ങോട്ട് മാറട്ടെ. വാ. അയ്യേ പുരുഷു, എന്തു പറ്റി കളിയാ? ഇതിന് മുമ്പ് ഒരു 5000 അഡ്വാൻസ് ആയി വാങ്ങിയത് ഇവിടെ തരാനുണ്ട്. അത് തന്നിട്ട് ഇത് കൊണ്ടുവയ്ക്കും. സർ പ്ലീസ്. എന്റെ ടീനെ ഞാനൊരു ജോലി ചെയ്തോണ്ടിരിക്കുന്നു പറഞ്ഞില്ലേ? ഇതും കൂടെ അവിടെ വെച്ചിട്ട് വരായിരുന്നില്ലേ? നിനക്കൊന്നറിയില്ലടാ അതിന്റെ വില. കുഴപ്പമില്ലടാ, നമുക്ക് വേറെ മേടിക്കാം. വാട കൊടുക്കാൻ കാശില്ല. നീക്ക് ഇവിടുന്ന് അടഞ്ഞ് ഗിറ്റാർ ഉണ്ടാക്കി തരുന്നത്. നീയെ കൂടെ എന്റെ ലൈഫോടെ തുറച്ച. എന്തിനാടാ നീ ടെൻഷനാണ്? നീ നിന്റെ ഓമനക്കൂട്ടിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന് വരെ 100 ഗിറ്റാറാവും വാങ്ങി തരും. ആരുടെ ഈ ഓമനക്കൂട്ടൻ? ഗിറ്റാറിസ്റ്റാ? ഗിറ്റാറിസ്റ്റാ അവനാ. ചാക്കാണ്ടാ പണച്ചാക്ക്. അവന്റെ അച്ഛനില്ലാത്ത ബിസിനസ് ഒന്നുമില്ല. ഇവന്റെ ഫ്രണ്ടാടാ.